നമസ്കാരം. ഇന്ത്യക്കെതിരെയുള്ള നിലപാടുകൾ അമേരിക്ക മയപ്പെടുത്തുമോ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മയപ്പെടുത്തിയ നിലപാടുമായി എത്തുന്നു. എന്നാൽ ട്രംപിന്റെ വിശ്വസ്തൻ കടന്നാക്രമണം നടത്തുകയും ചെയ്യുന്നു. ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഇന്ത്യ വ്യാപാര കരാറിന്റെ ചർച്ചയ്ക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് പരിഹാസമായി പറയുന്നു. എന്നാൽ ട്രംപ് ഇന്ത്യയെ വീണ്ടും സുഹൃത്തായി കാണുകയും ചെയ്യുന്നു. അമേരിക്കയ്ക്ക് ഇന്ത്യൻ വിഷയത്തിലുള്ള ആശയക്കുഴപ്പത്തിന് തെളിവാണിതെല്ലാം. വാഷിംഗ്ടൺ എപ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണെന്നും റഷ്യൻ എണ്ണയുടെ വാങ്ങൽ വർദ്ധിപ്പിച്ചത് ഇന്ത്യ ചെയ്ത തെറ്റാണെന്നും ലുട്നിക് പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ലുട്നിക് ഇന്ത്യയെ വിമർശിക്കുകയും ചെയ്തു. US ഡോളറിനെ പിന്തുണയ്ക്കാനും ബ്രിക്സിൽ നിന്ന് പിൻവാങ്ങാനും ഇന്ത്യയോട് ലുട്നിക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ സമ്മർദ്ദം തുടരുകയാണ് അമേരിക്ക. എന്നാൽ ഇത് ഇന്ത്യ വകവെക്കില്ല. ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത് ഇഷ്ടമാകുന്നില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് ഇന്നും പറഞ്ഞു. ഇന്ത്യയും മോദിയും നല്ല സുഹൃത്താണ്. എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ട്രംപ് പറയുന്നത്. നരേന്ദ്രമോദിയെ നല്ല ഭരണാധികാരിയെയും ട്രംപ് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ ചൈനീസ് പക്ഷത്തേക്ക് മാറിയില്ലെന്നും പറയുന്നു ട്രംപ്. ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കുമെന്നും ട്രംപ് പറയുന്നു. ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയതിൽ നിന്നും വിഭിന്നമാണ് പുതിയ പ്രസ്താവന. ഇന്ത്യ ഇന്ന് കടന്നാക്രമിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. മോദിയെ സുഹൃത്തായും നല്ല ബന്ധമുണ്ടെന്നും ട്രംപ് പറയുന്നു. ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കുമെന്നും ട്രംപ് പറയുന്നു. ഇതിന് തൊട്ട് മുമ്പായിരുന്നു ലുട്നിക് ആഞ്ഞടിച്ചത്. ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഇന്ത്യ ചർച്ചയ്ക്ക് എത്തുമെന്നാണ് താൻ കരുതുന്നത്. അവർ ക്ഷമ ചോദിക്കും. ട്രംപുമായി ഒരു കരാർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. നരേന്ദ്രമോദിയുമായി എങ്ങനെ ഇടപഴകണമെന്നതിനെക്കുറിച്ചുള്ള തീരുമാനം ട്രംപിൻ്റെതായിരിക്കും. ആ ചുമതല ഞങ്ങൾ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പ്രസിഡന്റ് ആയത് എന്നായിരുന്നു ലുട്നിക് പറഞ്ഞത്. റഷ്യൻ സംഘർഷത്തിന് മുമ്പ് ഇന്ത്യ റഷ്യയിൽ നിന്ന് തങ്ങളുടെ എണ്ണയുടെ 2% താഴെ മാത്രമാണ് വാങ്ങിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ തങ്ങളുടെ എണ്ണയുടെ 40% റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നതെന്നും ലുട്നിക് കുറ്റപ്പെടുത്തി. ലോകത്തിന്റെ ഉപഭോക്താവ് തങ്ങളാണെന്നും എല്ലാവരും ഉപഭോക്താവിലേക്ക് തിരികെ വരേണ്ടി വരുമെന്നും ലുട്നിക് പറഞ്ഞു. അതേസമയം സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങില്ല. ഇത് അമേരിക്കയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ നിലപാട് മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ അമേരിക്കയിലുള്ള കയറ്റുമതിയിൽ 50% വരെ താരിഫ് ചുമത്തേണ്ടി വരുമെന്ന് ലുട്നിക് മുന്നറിയിപ്പ് നൽകി. കാനഡയുമായി വാഷിംഗ്ടണിന് മുൻപുണ്ടായ താരിഫ് തർക്കം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി പ്രതികാര നടപടികൾ ചെറുകിട സമ്പദ് വ്യവസ്ഥകളെയാണ് കൂടുതൽ ദോഷകരമായി ബാധിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെ 50% താരിഫിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ത്യ അമേരിക്കയുമായി സഹകരിക്കുകയോ ബ്രിക്സിൽ നിന്ന് പിന്മാറുകയോ വേണ്ടിവരും. അതല്ല റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു പാലമാകാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെങ്കിൽ 50% താരിഫ് നൽകേണ്ടി വരും. ഇത് എത്ര കാലം തുടരുമെന്ന് നമുക്ക് നോക്കാമെന്നായിരുന്നു ലുട്നിക് പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്താവ് അമേരിക്കയാണ്. ഞങ്ങളുടെ $30 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാണ് ലോകത്തെ നയിക്കുന്നത്. ഒടുവിൽ ഉപഭോക്താവാണ് എപ്പോഴും ശരിയെന്ന് ലുട്നിക് കൂട്ടിച്ചേർത്തു. നേരത്തെ ഇന്ത്യ US ബന്ധം വഷളാകുന്ന പ്രസ്താവനയുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. ഇരുണ്ട ദുരൂഹ ചൈനീസ് പക്ഷത്തേക്ക് ചേർന്ന ഇന്ത്യക്കും റഷ്യയ്ക്കും സമൃദ്ധ ഭാവി ആശംസിക്കുന്നുവെന്നായിരുന്നു ട്രംപിന്റെ പരിഹാസ വാക്കുകൾ. ട്രംപിന്റെ പോസ്റ്റിനോട് പ്രതികരിക്കാത്ത ഇന്ത്യ ട്രംപിന്റെ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയ പ്രസ്താവന തള്ളിക്കളഞ്ഞു. തിങ്കളാഴ്ച നടക്കുന്ന അടിയന്തര ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യ പങ്കെടുക്കും. തെറ്റിദ്ധാരണാജനകവും വസ്തുതയില്ലാത്തതുമായ പ്രസ്താവന നവാറോ നടത്തിയതും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത് ഇന്ത്യ തള്ളിക്കളയുകയാണെന്ന് വിദേശകാര്യ വക്താവ് രൺജിത് ജയ്സ്വാൾ പറഞ്ഞു. ഒരു അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യക്കെതിരെ അടുത്ത കാലത്തൊന്നും നടത്താത്ത പ്രസ്താവനയാണിത്. നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും പുടിനും ഒന്നിച്ചു നിൽക്കുന്നതിന്റെ ചിത്രം നൽകിക്കൊണ്ടാണ് ട്രംപ് 3 രാജ്യങ്ങളെയും പരിഹസിച്ചത്. 2 രാജ്യങ്ങളും സുതാര്യമല്ലാത്ത ചൈനയുടെ പക്ഷത്തേക്ക് മാറി എന്ന സന്ദേശമാണ് തന്റെ സഖ്യകക്ഷികൾക്ക് ട്രംപ് നൽകുന്നത്. 3 രാജ്യങ്ങൾക്കും ഒന്നിച്ച് നീണ്ട സമൃദ്ധ ഭാവി ഉണ്ടാകട്ടെ എന്ന് ട്രംപ് പറയുന്നു. ട്രംപിന്റെ പ്രസ്താവനയോട് തൽക്കാലം പ്രതികരിക്കുന്നില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺജിത് ജയ്സ്വാൾ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയും നൽകിയിരുന്നു. ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിലെ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ഇത് പരസ്പര ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ട്രംപിന്റെ വാണിജ്യ ഉപദേഷ്ടാവ് പീറ്റർ നവാരോ യുക്രൈൻ യുദ്ധം മോദിയുടെ യുദ്ധമാണെന്ന് വിശേഷിപ്പിച്ചത് അസ്വീകാര്യമെന്നും വിദേശകാര്യ മന്ത്രാലയം ആഞ്ഞടിച്ചിരുന്നു.